ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വെറൈറ്റി നോക്കി ഉണ്ടാക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു വെറൈറ്റി കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതുണ്ടോ, നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇതിന് ഹാഫ് മൂൺ എന്ന് പറയാം, അല്ലെങ്കിൽ ചിക്കൻ അട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പേര് പറയാം കേട്ടോ. അതുപോലുള്ളൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്നാൽ ഈ ടേസ്റ്റി സ്നാക്സ് ഉണ്ടാക്കുന്നത് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ ഇതുപോലെ കനല്ലാതെ കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസ്, നിങ്ങൾക്ക് ഇനി എല്ലില്ലാത്ത എങ്ങനത്തെ ചിക്കൻ ആണെങ്കിലും എടുക്കാം കേട്ടോ. എല്ലില്ലാത്ത ഇനി ബീഫ് കഴിച്ചിട്ടും വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ എണ്ണ കേട്ടോ അത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഇത് ഡീപ്പ് ഫ്രൈ ആണ് എടുക്കുന്നത്, അതായത് കൂടുതൽ നമ്മൾ പൊരിച്ചെടുക്കേണ്ട എണ്ണയിൽ മുക്കിയിട്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഫിഷൊക്കെ ചെയ്യണ പോലെ. ചിക്കനൊക്കെ ചെറിയ തീയിൽ ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്കത് അതിലേക്ക് അതൊരു 3 സവാള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതായി ചോപ്പറിൽ വെച്ചിട്ടാണ് ചെയ്യണത്. എനിക്ക് കട്ടിംഗ് ബോർഡിൽ വേണമെങ്കിലും ചെയ്യുക. ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കോഴിമുട്ടൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കൂലേ, അതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ വെച്ചിട്ടൊന്ന് വേഗം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കന് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളി ചോപ്പർ കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഉള്ളി നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ എത്ര വലിപ്പം വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ചോപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മളെ ചിക്കന് ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി ഒരു ഭാഗം അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ആക്കണ്ട കേട്ടോ, നല്ല മൂത്തെടുക്കണ്ട, ഒരു അത്യാവശ്യം ഒരു വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇനി ചിക്കൻ ഓരോന്നായിട്ട് നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ അതാ ചിക്കന് ഫുള്ള് ഞാനിതൊന്നൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെറിയ അടയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കിത് ഇതിൽ വെച്ച് ചെയ്താൽ ചിലപ്പോൾ ഒന്ന് സെറ്റായി കിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നുകൂടി ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതിന് ശേഷം അതാ നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഫ്രൈ ചെയ്യണത്. അതിന് ശേഷം അതിലേക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയാണ്. അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളകും പച്ചമുളകാണ് കേട്ടോ ചേർക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് എല്ലാം എരിവുള്ളതുകൊണ്ട് ഒന്നാണ് ചേർത്തിക്കുന്നത്. അതുപോലെ കുരുമുളക് പൊടി അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി വരട്ടെ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊന്ന് ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ മസാലയ്ക്ക് ഈ ചിക്കൻക്ക് പിടിക്കാൻ വിധത്തിൽ നല്ലൊന്ന് ഇളക്കി നല്ലൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടിയപ്പോൾ അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ ഫുൾ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര ചിക്കനാണ് എത്ര മസാല ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും എല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ നാരങ്ങ നീരെല്ലാം കൂടെ എത്തിക്കഴിഞ്ഞേക്ക് അതിലേക്ക് കുറച്ച് വേപ്പില ചെറുതായി കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ വേപ്പില കൂടിയും എല്ലായിടത്തും എത്തി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ എല്ലാം അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ മല്ലിയില ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം പിന്നെ മല്ലിയില നല്ലൊന്ന് വാടിപ്പോവാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്കുള്ള മാവ് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പാണ് കേട്ടോ.
അപ്പോൾ അതാ ഈ ഗ്ലാസ്സിന് 2 കപ്പ് എടുത്തുക്കണം, 2 ഗ്ലാസ് എടുത്തുക്കണം. നിങ്ങൾ ഏത് അളവിനാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഗ്ലാസ്, ഇപ്പോൾ ഗ്ലാസ് കാണിച്ചത് എന്തിനാണെന്ന് അറിയാം, ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കാനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു, അതായത് സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വേണം തോന്നി, അപ്പോൾ അങ്ങനെ 1 ടേബിൾ സ്പൂൺ കൂടി, അതായത് 1 ഗ്ലാസ്സിൽക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പുട്ടിൻ്റെ പൊടിയൊക്കെ നനക്കണ ഒരു രീതിയിൽ വരും. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ. അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, ഒന്നിച്ച് ഒഴിക്കരുത്. തിളച്ച വെള്ളം ആവുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം മതി, കൂടുതൽ വെള്ളം വേണ്ട, പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് 1 സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം എത്ര വേണ്ടി വരും നമുക്ക് കണ്ടറിയാലോ. അപ്പോൾ എന്താ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചൂടിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ഇത് ഒഴിച്ചിട്ട് നമ്മൾ നോക്കി ഒഴിക്കുക. കൂടുതൽ ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചപ്പോൾ നമുക്ക് ടേബിളിൽ വെച്ചൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല, ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനിപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് ഒരു 1 ഗ്ലാസ് വെള്ളമാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം എത്ര വന്നിട്ടുള്ളതെന്ന്. ഇതുണ്ടോ, ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് തിളപ്പിച്ചിട്ടായിരുന്നു. ഇത്ത 1 ഗ്ലാസ്സും പിന്നെ ദാ ഇത്ര പകുതി ഒരു 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ഒരു 2 ഗ്ലാസ് പൊടിയിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്ലാസും അതുപോലെ നിങ്ങളുടെ പൊടിൻ്റെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, കൂടുതൽ ആവരുത് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, ഇത് ഇവിടുത്തെ തെമ്മൂന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഒരു കട്ടർ അതിന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് ഓർഡർ ചെയ്താൽ, അപ്പോൾ ഇനി ഇതിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതുകൊണ്ടാകുമ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാവും, ചെറിയതാണ്, നല്ല ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ 4 പുറം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ മതി. ബോളാക്കിയിട്ട് റൗണ്ടിൽ അതിലും വെച്ച് കൊടുക്കുക, മറ്റേതിൽ അമർത്തി കൊടുത്താൽ ഇതാക്കും. അതുപോലെ ഇത് മേലെ തൂക്കി വെക്കാനുള്ളതാണ് ഈ ഒരു ഹോളുള്ളത് കാണുന്നത്, നമുക്ക് എവിടെയെങ്കിലും തൂക്കി വെക്കാം. ഇതിങ്ങനെ സെപ്പറേറ്റ് പോകുന്നതായിരുന്നു, അതിന് അയിമ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയതാ നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിൽ ചെറുതാണ് ഉണ്ടാക്കേണ്ടത്, അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടും ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ കഴിക്കാനും നല്ല കുറച്ച് ചെറുതായി ഉണ്ടാക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ്, അതുപോലെ കാണാനും നല്ല ഭംഗിയും. അപ്പോൾ അതാ നമ്മളെ മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതുപോലെ ഇതാ നമ്മളെ ബോൾസ് ഓരോന്നാക്കി ഉരുളയാക്കിയിട്ട് ഇതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതിൽ ഒട്ടി പിടിക്കാതിരിക്കാം. എന്നിട്ട് ഒരു ബോൾ ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഉരുള ഇതിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കി. അപ്പോൾ 1-2 എനിക്ക് ഫസ്റ്റിൽ ഡാമേജ് ആയി, അത് ഞാൻ ശ്രദ്ധിക്കായിട്ടായി. പിന്നെ ഇതെങ്ങനെ ശരിക്കായതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ 2 ഇതിട്ട് കൊടുക്കുക. ഇത് ചെറിയ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, അതിനാണ് കേട്ടോ അത്, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതുണ്ടോ ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ തുറച്ച് വരും. ആ സമയത്ത് നമ്മളൊരു വിരൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. ആ പ്രസ് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് ബാക്കിൽ അതൊന്ന് ഓട്ടമായി പോയി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ പുറത്ത് എക്സസ് ആയിട്ടുള്ള സാധനം എടുത്ത് കഴിഞ്ഞു. കണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ട്, ഒക്കെ നല്ല ഡിസൈനിൽ നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇതുപോലെ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. എന്നിട്ട് ഒരു ബോൾ ഇതിൽ, അതായത് ഒരു ഉരുള ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലൊന്ന് പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒരു വിരൽ കൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒന്ന് തള്ളി കൊടുത്താൽ നേരെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഡിസൈനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ഡിസൈനിൽ ചെറിയ സ്നാക്സ് ആയിട്ട് കിട്ടും. നോമ്പിനൊക്കെ സ്നാക്സ് ഏറ്റവും നല്ല കഴിക്കണമെന്ന് നന്നല്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ചെറുതാവുമ്പോൾ നമുക്ക് അത്ര ഇതുമില്ല, കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ ഒരു 2-3 ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഓരോന്നെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ഭംഗിയില്ല കാണാം. അപ്പോൾ ഇത് ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓരോന്നിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഓരോന്നും നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഗോൾഡൻ കളർ വരെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറം, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നമ്മളെ ചിക്കനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പുറത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്, നമുക്ക് പിടിച്ചാലൊക്കെ നല്ല ബലത്തിലുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, കട്ട് ചെയ്തപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ, ഉള്ളിൽ നല്ല ചിക്കനൊക്കെ നല്ല മസാല, നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല തന്നെയാണ്. അതുപോലെ ഇതാ പെട്ടെന്ന് കേടുവരൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.